നമസ്കാരം, മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് താളൂട്ടാൻ, ചേമ്പിൻ താളൂട്ടാൻ അങ്ങനെയൊക്കെ പറയും. പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ടോ, ഇത് വെച്ചിട്ട് ഒരു ഉഗ്രം പുളിങ്കറിയാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വെറുതെ അങ്ങനെ തൊടിയിൽ നിൽക്കണതാണ്, ഒരു മനുഷ്യ എടുക്കില്ല. പിന്നെ കർക്കിടകം ആയിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എടുക്കണ കാണാറുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്, ദേഹത്തിന് ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. തോലിങ്ങനെ കളയുക, എന്നിട്ട് കഴുകിയിട്ട് നോക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇങ്ങനെ അരിയാനും അതെ. കണ്ടോ, ഇങ്ങനെ തോല് ചീന്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പം നമുക്കിതൊക്കെ ഇങ്ങനെ ആദ്യം തോല് നമുക്ക് ചീകിയെടുക്കാം. അപ്പോൾ ഒരു ഉഷാർ ചേമ്പിൻ താള് പുളിങ്കറി. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണ് അരിയാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിങ്ങനെ കട്ടിംഗ് ബോർഡൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ കട്ടിംഗ് ബോർഡ് അങ്ങനെ എടുക്കാറേ ഇല്ല. ഞാൻ പിടീന്ന് അങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് അരിയാ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ പല ആൾക്കാർക്കും അതത്ര വശമില്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കണത്. ഞാൻ സാധാരണ എന്താ ചെയ്യാറ് വെച്ചാൽ 2-3 അങ്ങോട്ട് ഒരുമിച്ച് രണ്ട് പിടിക്കും. എന്നിട്ട് കണ്ടോ, നല്ല മൂർച്ചയുള്ള കത്തി വേണമെന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലൊരു 3/4 ഗ്ലാസ് ഇവിടെ മസൂർ ദാൽ ഉണ്ടായിരുന്നു. തൂരപ്പരിപ്പ് എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതേപോലെ തന്നെ ഞാൻ കണ്ടോ, ചേമ്പും താള് നല്ല സുന്ദരിയായിട്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് ആ പരിപ്പ് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇതിന് വലിയ വേവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് അടുപ്പത്ത് കിടന്നിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പച്ചമുളക്, ഇത് വലിയ എരിയില്ലാത്ത മുളകാണ് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ ഒരു 4 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി, വളരെ കുറച്ച്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മൾ പരിപ്പ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വേവുമ്പോഴേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഇതിലിനി വെള്ളം ഒഴിക്കേണ്ട, കാരണം താളം തണ്ട് നമ്മൾ കഴുകിയിട്ട് നുറുക്കിയ കാരണം ഇതിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത്. കണ്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു അരിനെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറിവേപ്പില താത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ലൊരു വറവാണ് കേട്ടോ. അപ്പോൾ ഇതിലിരുന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുറുകിക്കോളും, വെള്ളമൊക്കെ പാകമാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് കുഞ്ഞുള്ളി നല്ലോണം വേണം. അതേപോലെ തന്നെ കടുക്, വറ്റൽമുളക് ഒരു 3 എടുത്തോളൂ കേട്ടോ. നല്ലോണം കുറച്ച് വലുതായാലും സാരില്ല. അത് നമുക്കിതിൽ ഉടയ്ക്കുമ്പോഴാണ് കൂട്ടാൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അറിയുക. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വറുത്തിടാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, ചുമന്ന മുളക് നന്നായിട്ടായിട്ടുണ്ട്. നല്ലോണം ഒരു പിടി കുഞ്ഞുള്ളി, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ വറുത്ത് വെട്ടാം. ഹായ്, ആ ഉള്ളി മൊരിഞ്ഞ മണം, എന്തൊരു മണം വരണറിയോ. അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒന്നാന്തരം താളൂട്ടാനാണ് കേട്ടോ. എനിക്കിതിലേക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് മോര് വേണം കേട്ടോ. മോരോ തൈരോ എന്തായാലും വേണ്ടില്ല, കാരണം ഈ മുളകുകളൊക്കെ ഉടയ്ക്കാണ്ടാവുകൊണ്ടേ. ഹായ്, താളൂട്ടാൻ നല്ലോണം അങ്ങോട്ട് വിളമ്പി കൊടുക്കുക. ഹായ്, ഇങ്ങനെ വിളമ്പണം കൂട്ടാൻ കേട്ടോ. എന്നിട്ട് വേണം കഴിക്കാൻ, അല്ലാതെ ഒന്നിങ്ങനെ തൊട്ട് നാമ്പിലേക്ക് അങ്ങനെയല്ല കൂട്ടാൻ കൂട്ടുക. കഴിക്കാം. മുളക് ഉടയ്ക്കുക. വറുത്തിട്ട് മുളക് ഉടയ്ക്കണതിൻ്റെ സ്വാദുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. എന്ത് സുഖം, നാളേരെ അരയ്ക്കണ്ട. ഹായ്,
കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതൊക്കെ തപ്പി തിരഞ്ഞിട്ടുണ്ടാക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഇങ്ങനത്തെ സിമ്പിൾ കൂട്ടാനുകളൊക്കെ. എല്ലാവരും കഴിച്ചോളൂ. ഞാൻ കുറച്ച് മോര് ഇട്ടാ കഴിക്കണം കേട്ടോ. ഒന്നാം തരം, ഒന്നും പറയാനില്ല. എന്തിനാ നാലൂട്ടം പ്രഥമൻ? ഇടയ്ക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾ. ദേഹത്തിന് നല്ലതാണ്, വയറ്റിൽ നിന്ന് പോകാനൊക്കെ വളരെ നല്ലതാട്ടോ. ഇങ്ങനത്തെ ഇലക്കറികൾ, തണ്ട്, താളും തണ്ട്, ചേമ്പും തണ്ട് എന്നൊക്കെ പറയില്ലേ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയൊക്കെ ടാറ്റാ.